എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളെ എല്ലാവരും കാത്തിരുന്ന തേർഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. തേർഡ് അലോട്ട്മെന്റ് ഇന്നലെ രാത്രി, ഈ കഴിഞ്ഞ രാത്രിയിലാണ് പ്രസിദ്ധീകരിച്ചത്. ഒരു 12:30 മണിക്ക് ശേഷമാണ്, 12:30 വരെ എത്തിയിട്ടില്ല, അതിനുശേഷമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച, അതായത് ജൂൺ 29 തിങ്കളാഴ്ച 11 മണി മുതലാണ് പ്രവേശനത്തിനുള്ള സമയം. ജൂൺ 3 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി വരെ പ്രവേശനത്തിനുള്ള സമയമുണ്ട്. ഈ 5 ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പ്രവേശനം നേടിയാൽ മതി, തിരക്ക് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ഒരു ഒരു ഹയർ ഓപ്ഷൻ കിട്ടിയ കുട്ടിയുടെ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന വിധമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹയർ ഓപ്ഷൻ കിട്ടി, കുട്ടി സെക്കൻഡ് ഓപ്ഷനിൽ ഒരു സ്കൂളിലായിരുന്നു. അതിനേക്കാൾ ഉയർന്ന ഹയർ ഓപ്ഷൻ കുട്ടിക്ക് കിട്ടി. ആ കുട്ടിയുടെ റിസൾട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മൾ എച്ച് എസ് ക്യാപ്പിൽ കയറി എച്ച് എസ് ക്യാപ്പിൽ കയറി ഗൂഗിളിൽ എച്ച് എസ് ക്യാപ്പ് ടൈപ്പ് ചെയ്തു. എച്ച് എസ് ക്യാപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ എച്ച് എസ് ക്യാപ്പിൻ്റെ സിംഗിൾ വിൻഡോ ഏകജാലക സംവിധാനത്തിലുള്ള ആ പേജിലേക്ക് നമ്മൾ എത്തും. ഈ പേജിൽ നമ്മൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടത്. ദാ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പേജിൽ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്ക് എത്തും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തേത് യൂസർ നെയിമാണ്. നമ്മളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ നമ്പറാണ്. ആപ്ലിക്കേഷൻ നമ്പർ അത് നമ്മളുടെ ഫോമിൽ, ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് വെച്ചതുണ്ട്, അതിൽ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. നിങ്ങൾ രണ്ടാമത് പാസ്വേഡാണ്. പാസ്വേഡ് എന്ന് പറയുന്നത് പിന്നെ ആരാണോ ചെയ്തത് അവർ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം പല രീതിയിൽ നമുക്ക് എഴുതി തരും. അതിൽ മിക്കവാറും എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരം ആവാനാണ് സാധ്യത. ഇപ്പോൾ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുന്നു, ഏത് ജില്ലയാണെന്ന് സെലക്ട് ചെയ്യുന്നു. ജില്ല ടൈപ്പ് ചെയ്യല്ല വേണ്ട, സെലക്ട് ചെയ്യുക വേണ്ട. അപ്പോൾ എന്നതിന് ശേഷം നമ്മൾ താഴെ പച്ച നിറത്തിൽ ലോഗിൻ കാണാം, ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ മിക്കവാറും കേസുകളിൽ ആദ്യം ഒരു തവണ ട്രൈ ചെയ്യുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, വീണ്ടും രണ്ടാമതൊരിക്കൽ കൂടി ഇതേമാതിരി ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് വീണ്ടും ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാണ് എത്തുന്നത്. പിന്നെ IP address you are closely mentioned. Status of allotment കണ്ടല്ലോ. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് ഇൻ ഹയർ ഓപ്ഷൻ. നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ വേറെ ഉണ്ടാവും. പുതിയതായിട്ടാണ് കിട്ടുന്നത് കുട്ടികളാണെങ്കിൽ അവിടെ ഒന്നുമില്ല, കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് മാത്രം കാണും. ഇനി അത് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് കിട്ടി, ഹയർ ഓപ്ഷനിൽ കിട്ടി അല്ലെ അലോട്ട്മെന്റ് കിട്ടി എന്നാണ് ഈ പച്ച നിറത്തിൽ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റിൽ നമ്മൾ കാണുന്നത്. ഇനി നിങ്ങൾ നോക്കുക, അത് കഴിഞ്ഞാൽ ഇടത് വശത്ത് കണ്ടല്ലോ തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് കാണാം, ഒരു ലിങ്ക് അവിടെ കാണാം. ഇവിടെ തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് പറയുന്ന ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തി. അവിടെ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് ഇൻ ഹയർ ഓപ്ഷൻ. അപ്പോൾ കാണിക്കുന്നു യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് ഫോർ യുവർ ഓപ്ഷൻ നമ്പർ 3. എത്രാമത്തെ ഓപ്ഷൻ നമ്പറിലാണ് കിട്ടിയതെന്ന് കാണിക്കുന്നു. അലോട്ടഡ് സ്കൂള് കാണിക്കുന്നു. അലോട്ടഡ് കോഴ്സ് കാണിക്കുന്നു. അലോട്ടഡ് സ്കൂളും കാണിച്ചു, അലോട്ടഡ് കോഴ്സും കാണിച്ചു. അപ്പോൾ ഇതാണ് തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മുകളിൽ 2 ലിങ്കുകൾ കാണിക്കുന്നുണ്ട്. ആ 2 ലിങ്കുകളിൽ നമ്മൾ ചെയ്യേണ്ടത് വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അഡ്മിഷന് പോകുമ്പോൾ നമ്മൾ അതിനുവേണ്ടി 2 ലിങ്കാണ് ഉള്ളത്. ഒന്ന് വ്യൂ അലോട്ട്മെന്റ് ലെറ്ററും മറ്റൊന്ന് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസുമാണ്. നമ്മളിവിടെ തേർഡ് അലോട്ട്മെന്റിൽ പിന്നെ ഹയർ ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് ഇനി അതിലേക്കൊന്നും റാങ്ക് ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല.
അത് നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്തത് വ്യൂ അലോട്ട്മെന്റ് ലെറ്ററിൽ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അലോട്ട്മെന്റ് ലെറ്ററിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഇതാണ് അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറയുന്നത്. ഈ അലോട്ട്മെന്റ് ലെറ്റർ നമ്മൾ പ്രിന്റ് എടുക്കണം. ഇതിനകത്ത് എന്തൊക്കെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് 2 പേജ് ഉണ്ട്. ഈ അലോട്ട്മെന്റ് ലെറ്റർ ഒരു പേജ് ഇതാണ്, രണ്ടാമത്തെ പേജ് ഇതാണ്. ഈ 2 പേജുകളും എടുത്തിട്ട് വേണം നിങ്ങൾ പ്രവേശനത്തിന് വേണ്ടിയിട്ട് പോകാൻ, അല്ലാതെ പോകരുത്. അപ്പോൾ 2 പേജ് പ്രിന്റ് എടുത്ത് അത് കഴിവതും 2 കോപ്പി എടുക്കുക. അങ്ങനെ 2 പേജ് പ്രിന്റ് ഔട്ട് എടുത്ത് ഈ ആദ്യത്തെ പേജ് പൂരിപ്പിക്കാനുണ്ട്. ആ പൂരിപ്പിക്കാൻ സംശയമുള്ളവർ പൂരിപ്പിക്കുകയൊന്നും വേണ്ട. അവിടെ ചെന്ന് നിങ്ങൾക്ക് അത് സംശയങ്ങൾ തീർക്കാനുള്ള അധ്യാപകർ അവിടെയുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറഞ്ഞു തരും. അതുപോലെ പൂരിപ്പിച്ചാൽ മതി. മാത്രമല്ല, മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചേരാൻ പോകുന്ന സമയത്ത് നിങ്ങളൊരു 2ാം ഭാഷ ഏതാണ് പഠിക്കുന്നത് എന്ന് തീരുമാനിക്കണം. ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഈ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു. 2ാം ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ഹയർ സെക്കൻഡറിയിൽ 6 വിഷയങ്ങളാണുള്ളത് ഒരു വർഷം. 2ാം വർഷവും അതേ 6 വിഷയങ്ങൾ. ആ 6 വിഷയങ്ങളിൽ 4 വിഷയങ്ങൾ സബ്ജക്റ്റും, ഒരു വിഷയം ഇംഗ്ലീഷും, പിന്നെ ഒരു സെക്കൻഡ് ലാംഗ്വേജാണ്. സെക്കൻഡ് ലാംഗ്വേജ് മലയാളം പഠിക്കാം, അറബിക്ക് പഠിക്കാം, ഹിന്ദി പഠിക്കാം, അങ്ങനെ സംസ്കൃതം പഠിക്കാം, ഉറുദു ഒക്കെ ഉണ്ട്. പക്ഷേ ആ സ്കൂളിൽ ഏതെങ്കിലും എല്ലാ സെക്കൻഡ് ലാംഗ്വേജും ഉണ്ടാവില്ല. അപ്പോൾ ആ സ്കൂളിലുള്ള എല്ലാ സ്കൂളിലും മലയാളം ഉണ്ടാവും എന്തായാലും. മലയാളം, ചില സ്കൂളിൽ അറബിക്ക്, അങ്ങനെ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണോ പഠിക്കാൻ താല്പര്യം അത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കണം. അത് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കാനുണ്ട് പ്രവേശനത്തിൽ. അങ്ങനെ നമുക്ക് പോയി സ്ഥിരപ്രവേശനം നേടാവുന്നതാണ്. ഉണ്ടല്ലോ, നമ്മൾ HS ക്യാപ്പിൽ കടന്നു, ഇങ്ങനെ ഒരു സൈറ്റിലെത്തി. അവിടെ നമ്മൾ കാൻഡേസ് ലോഗിൻ ക്ലിക്ക് ചെയ്തു. കാൻഡേസ് ഇങ്ങനെ ഒന്നിലേക്ക് എത്തും. അവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്തു. ജില്ല സെലക്ട് ചെയ്തിട്ട് ഈ പച്ച ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് എത്തി. അവിടെ നമ്മൾ അടുത്ത പേജിൽ റിസൾട്ട് അറിയണമെങ്കിൽ ഈ 3rd അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡീറ്റെയിൽസ് വന്നു. അതിനുശേഷം നമ്മൾ ഈ വ്യൂ അലോട്ട്മെന്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് ലെറ്റർ ക്ലിക്ക് ചെയ്തു. അവിടെ 2 പേജ് ഉണ്ട്. ഈ 2 പേജും നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിൻ്റെ നോക്കേണ്ട വിധം. ഇപ്പോൾ ഹയർ ഓപ്ഷൻ കിട്ടിയ ഒരു കുട്ടിയുടെ നോക്കിയ റിസൾട്ട്, അലോട്ട്മെന്റ് സ്റ്റാറ്റസ് നോക്കിയ വിവരമാണ് ഞാനിപ്പോൾ തന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യമായി കിട്ടിയവര് അലോട്ട്മെന്റ് ലെറ്റർ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇതുവരെ കിട്ടാത്ത കുട്ടികൾക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ നമ്മൾ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് എടുത്ത് പൂരിപ്പിച്ച് രക്ഷിതാവുമൊത്ത് സ്കൂളിൽ പോയി ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ആദ്യമായിട്ട് ഇതുവരെ ഫസ്റ്റിലോ സെക്കൻഡിലോ കിട്ടാതെ ഇപ്പോൾ 3rd അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 പേജും പ്രിന്റ് എടുക്കണം. പ്രിന്റ് എടുത്ത് പൂരിപ്പിച്ച് രക്ഷിതാവുമൊത്ത് സ്കൂളിൽ പോയി ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. അതാണ് ഒരു ഇത്. ഇനി മറ്റൊരു വിഭാഗം അലോട്ട്മെന്റ് ലെറ്റർ ഹയർ ഓപ്ഷൻ 3rd കിട്ടിയവർ, 3ാം അലോട്ട്മെന്റിൽ 3rd അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ കിട്ടി. അത്തരം കുട്ടികളും അലോട്ട്മെന്റ് പ്രിന്റ് എടുത്തിട്ട് താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ പോയി അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ തിരിച്ചു വാങ്ങി നമ്മൾ രക്ഷിതാവുമൊത്ത് പുതിയ സ്കൂളിൽ പോയി സ്ഥിരപ്രവേശനം നേടണം. 3rd അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻ കിട്ടിയ കുട്ടികൾ വീണ്ടും ഈ പ്രിന്റ് എടുക്കണം. ആ പ്രിന്റ് എടുത്തതിന് ശേഷം അത് പൂരിപ്പിക്കണം. നമ്മൾ നേരത്തെ താൽക്കാലികം ചേർന്നിരിക്കുന്ന സ്കൂളിൽ പോയി സർട്ടിഫിക്കറ്റുകളെല്ലാം തിരിച്ചു വാങ്ങണം. എന്നതിന് ശേഷം രക്ഷിതാവുമൊത്ത് പുതിയ സ്കൂളിൽ പോയി ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. ഇനി വേറൊരു വിഭാഗം കുട്ടികളുണ്ട്, സെക്കൻഡ് അലോട്ട്മെന്റിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ലാത്ത കുട്ടികൾ അലോട്ട്മെന്റ് ലെറ്റർ പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ആ സെക്കൻഡ് അലോട്ട്മെന്റിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ അവർക്ക് രക്ഷിതാവുമൊത്ത് സ്കൂളിൽ പോയിട്ട് ഫീസ് അടച്ച് ചേരാവുന്നതാണ്. കാരണം നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്, അലോട്ട്മെന്റ് ലെറ്ററും നമ്മൾ നേരത്തെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാറ്റം ഇല്ലെങ്കിൽ പിന്നെ പോയി രക്ഷിതാവുമൊത്ത് സ്ഥിരപ്രവേശനം നേടാൻ ഫീസ് അടച്ച് പ്രവേശനം നേടുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട എന്നിവയിൽ ഏതിലെങ്കിലും പ്രവേശനം കിട്ടിയ കുട്ടികൾക്ക്
ഏതിലെങ്കിലും പ്രവേശനം കിട്ടിയ കുട്ടികൾക്ക് നമ്മൾ പോയാലും ചേർന്നാലും ചേർന്നില്ലെങ്കിലും ശരി, പിന്നീട് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയും കിട്ടാത്ത കുട്ടികൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സപ്ലിമെന്ററി സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്. അതിലേക്ക് അപേക്ഷ കൊടുക്കാൻ മിക്കവാറും അതിൻ്റെ ഒരു തീയതി ജൂലൈ 11 മുതലായിരിക്കും. സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ജൂലൈ 11 മുതലായിരിക്കും അപേക്ഷ കൊടുക്കേണ്ട സമയം. വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം അന്നേരം. പിന്നെ ഇപ്പോൾ തന്നെ ഒരു 5000-ന് മേലെ ഒഴിവുകളും ബാക്കി നിൽക്കുന്നുണ്ട്. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഇനി ഒരു ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 40,000-ഓളം ഒഴിവുകൾ പുതിയതായിട്ട് വരാനുണ്ട്. അതെങ്ങനെയാ വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇത് ഇട്ടതിലൊന്നും കമ്മ്യൂണിറ്റി കോട്ട വന്നിട്ടില്ല. കമ്മ്യൂണിറ്റി കോട്ടയിൽ 25,322 ഒഴിവുകളുണ്ട്. മാനേജ്മെന്റ് കോട്ടയും ഈ ഇതിൽ വന്നിട്ടില്ല. മാനേജ്മെന്റ് കോട്ടയിലെ 38,951 സീറ്റുകളുണ്ട്. ഈ രണ്ട് സീറ്റും കൂടി 64,273 ഒഴിവുകളുണ്ട്. ആ ഒഴിവിലേക്ക് ഇപ്പോൾ കിട്ടിയ ഈ മെറിറ്റിൽ നിന്ന് ഒരു 40,000 കുട്ടികളെങ്കിലും പോകുമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ 40,000 കുട്ടികളെങ്കിലും കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും മാനേജ്മെന്റ് കോട്ടയിലേക്കും പോയി കഴിയുമ്പോൾ ഇവിടെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇഷ്ടം പോലെ വേക്കൻസിയായി ആ കോട്ടയിലേക്ക് നിങ്ങൾക്ക് കിട്ടും എന്ന ഉറപ്പ് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരേ കുട്ടികൾ തന്നെ പല കോട്ടകളിൽ ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി കോട്ടക്കാർ അത് തിരക്കിടരുത്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ ചേരാനുള്ള അവസരമുണ്ട്. കമ്മ്യൂണിറ്റി കോട്ട ആരംഭിക്കുന്നത് ജൂലൈ 2-നാണ്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യണം? ജൂലൈ 2-ന് ശേഷം കമ്മ്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ നമുക്ക് തേർഡ് അലോട്ട് ഇവിടെ വന്നിട്ട് 3-ാം തീയതി ചേർന്നാൽ മതി. കമ്മ്യൂണിറ്റി കിട്ടുമോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. അതാണ് ഇഷ്ടമെങ്കിൽ. അല്ല, ഏകജാലകത്തിലെ പ്രവേശനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അവിടെ ചേരാം. അല്ല, കമ്മ്യൂണിറ്റിയിലാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി 2-ാം തീയതി രക്ഷിതാക്കൾ അവിടെ പോയി നിന്ന് അന്വേഷിച്ച് നമ്മൾ ചേരണം. നമ്മളെ വിളിച്ചറിയിച്ച് ചേർക്കാനൊന്നും സാധ്യത കുറവാണ്. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ജൂലൈ 2-ന് നിങ്ങൾ അങ്ങനെ കമ്മ്യൂണിറ്റി കോട്ട പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഇനിയും അതിൽ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ജൂലൈ 2-ാം തീയതി സ്കൂളിൽ പോയിട്ട് 10 മണിക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. നിങ്ങളെ വിളിക്കണമെന്നില്ല. നിങ്ങൾ എത്രാമതാന്ന് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പാണെന്ന് പ്രിൻസിപ്പാൾ ഉറപ്പ് തന്നാൽ, നിങ്ങൾ ഇത്ര സമയം 1 മണിക്കുള്ളിൽ വന്നാൽ 2 മണിക്കുള്ളിൽ വന്നാൽ നിങ്ങൾക്ക് ചേരാം എന്ന് ഉറപ്പ് തന്നാൽ, നിങ്ങൾ പഴയ സ്കൂളിൽ പോയി TC വാങ്ങി കമ്മ്യൂണിറ്റി കോട്ടയിൽ ചേരാവുന്നതാണ്. ഏതെങ്കിലും കോട്ടയിൽ സ്ഥിരപ്രവേശനം നേടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റതിലേക്ക് ചാടാൻ നമുക്കാവില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എവിടെയെങ്കിലും സ്ഥിരപ്രവേശനം നേടിയിട്ടുണ്ടെങ്കിൽ അടുത്ത സ്കൂളിലേക്ക് മാറാൻ വേണ്ടി നമുക്ക് കഴിയില്ല. അപ്പോൾ സ്ഥിരപ്രവേശനം നേടുന്നത് എപ്പോഴും വളരെ തീരുമാനിച്ച് ആലോചിച്ചുറപ്പിച്ചിട്ട് വേണം സ്ഥിരപ്രവേശനം നേടാൻ എന്നത് പ്രത്യേകം നമ്മൾ ഓർമ്മിച്ചിരിക്കുക. ഇനി മറ്റൊരു കാര്യം പറയേണ്ടത്, VHSCയിലൊക്കെ പോയി പ്രവേശിച്ചവരുണ്ട്. VHSCയിൽ അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോയി പ്രവേശനം നേടിയവർക്കൊക്കെ തന്നെ അവിടെ നിന്ന്, അത് സ്ഥിരമായാലും കുഴപ്പമില്ല, അവിടെ നിന്ന് TC മേടിച്ച് ഇവിടെ വന്ന് ചേരാവുന്നതാണ്. പക്ഷേ ഇവിടെ നിന്ന് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം ഇവിടുന്ന് വേണ്ടാന്ന് വെച്ചിട്ട് ഹയർ സെക്കൻഡറി പോയവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം തിരിച്ചു വന്നാൽ ഇവിടെ അപ്പോഴേക്ക് ഇവിടുത്തെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിന്ന് അവർ പുറത്തായിട്ടുണ്ടാവും. എങ്ങനെയുള്ളവർ തിരിച്ചു വരാം? ഇപ്പൊ തേർഡ് അലോട്ട്മെന്റിൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെന്റ് ലിസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പോയി ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടിയാലും ശരി, അവിടുത്തെ ആ സ്കൂളിന്റെ TC കിട്ടും. അത് മേടിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ചേരാം. ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയും തമ്മിൽ ലിങ്ക് ഒന്നുമില്ല. രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ടും പോകാം. ഹയർ സെക്കൻഡറി വേണ്ടാന്ന് വെച്ചിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും പോകാം. ആ രീതിയിൽ പ്രവേശനം നേടാവുന്നതാണ്. ഇനി സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാ കൊണ്ടുപോകേണ്ടതെന്ന് ഈ ലിസ്റ്റിൽ തന്നെ ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും മിനിമം വേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ 2 പേജ് അലോട്ട്മെന്റ് ലെറ്ററിന്റെ 2 പേജ്, ഒന്നാമത്തെ പേജ് ഇത്, രണ്ടാമത്തെ പേജ് ഇത്. ഈ 2 പേജും അതിന്റെ പ്രിന്റ് 2 കോപ്പി എടുത്തിട്ട് പോവുക. മറ്റൊന്ന് SSLCയുടെ പ്രിന്റ് ഔട്ട്, ഗ്രേഡ് കണക്കാക്കിയിട്ടുള്ള പ്രിന്റ് ഔട്ട്, അതിപ്പോൾ കിട്ടും.
അന്ന് എടുത്തതിൽ ഗ്രേഡ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ രക്ഷിതാവിൻ്റെ രക്ഷിതാവിൻ്റെ പേര്, കമ്മ്യൂണിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു പ്രിന്റ് ഔട്ട് കിട്ടും. അപ്പോൾ SLCയുടെ പ്രിന്റ് ഔട്ട് നിങ്ങൾ എക്സാമിൽ നിന്ന് ഇപ്പോൾ നേരിട്ട് എടുക്കുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അതിനകത്ത്. കമ്മ്യൂണിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു പുതിയ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ ഇൻകം സർട്ടിഫിക്കറ്റോ ഒന്നും ഇപ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുമാണ്. അത് ഒറിജിനൽ തന്നെ വേണം. TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒറിജിനൽ തന്നെ വേണം. മറ്റൊന്ന് ബോണസ്, ടൈ ബ്രേക്ക് എന്തിനു വേണ്ടിയിട്ടൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് എന്ന് നിങ്ങൾ അപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ ഹാജരാക്കണം. പിന്നെയുള്ളത് ഫീസാണ്. ഏകദേശം 1000ഓളം രൂപ ഫീസ് ഉണ്ട്. അത് നിങ്ങൾ ഇത് ഫീസിനെ വിവരങ്ങൾ ഇതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എടുക്കണം. പിന്നെ ഒരു കളർ ഫോട്ടോഗ്രാഫ് വേണം. കുട്ടിയുടെ കളർ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള കളർ ഫോട്ടോഗ്രാഫും വേണം സ്ഥിരപ്രവേശനം നേടുമ്പോൾ. അതാണ് മറ്റൊന്ന്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് ജാതി സർട്ടിഫിക്കറ്റോ വരുമാന സർട്ടിഫിക്കറ്റോ ഈ ചേരുന്നതിന് ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. എല്ലാത്തിൻ്റെയും നമ്മൾ അപേക്ഷയിൽ അവകാശപ്പെട്ടിട്ടുള്ള എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പം ഞാൻ നോക്കിയ കുട്ടികൾക്കൊക്കെ തന്നെ, ഇപ്പം ഞാൻ കുറേ പേരുടെ റിസൾട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, അവർക്കൊക്കെ തന്നെ ഹയർ അലോട്ട്മെൻറ്റിൽ പ്രവേശനം കിട്ടിയിട്ടുണ്ട് എന്ന സന്തോഷമാണ് പറയാനുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ഹയർ ഓപ്ഷനും പുതിയതായിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ പ്രവേശനം നേടാൻ കഴിയും. ഈ രീതിയിൽ കമ്മ്യൂണിറ്റിയും മാനേജ്മെൻറ്റും ഒക്കെ നോക്കുന്നവർ ആ രീതിയിൽ നോക്കണം. അതിനുശേഷം ഇപ്പോഴും തീരെ കിട്ടാത്തവരും ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. സപ്ലിമെൻ്ററിയിലും കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വീഡിയോ കേട്ടവർക്ക് നന്ദി, നമസ്കാരം.